ഒരു നോർമൽ ഫോട്ടോയെ എഡിറ്റ് ചെയ്തിട്ട് വേറെ ലെവലിലാക്കാൻ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ചില കിടിലൻ എഡിറ്റിംഗ് ടെക്നിക്കുകളുമായിട്ടാണ് ഫോട്ടത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ്. ഒരു ഫ്രെയിം നന്നായിട്ട് പകർത്തുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ ചിത്രത്തിനെ ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്യുക എന്നുള്ളത്. ബിഗിനർ ലെവലിൽ നിന്ന് പ്രോ ലെവലിൽ നിങ്ങളെ ചിത്രത്തെ എഡിറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫോട്ടത്തിന്റെ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോ സീരീസ് ആണ് എഡിറ്റ് ലൈക്ക് എ പ്രോ. എഡിറ്റിംഗിന്റെ ബേസിക് ടു അഡ്വാൻസ് സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഫോട്ടോ എഡിറ്റിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏറ്റവും മികച്ച ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്നുള്ളത്. ഇതിന് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഉത്തരം ഗൂഗിളിന്റെ സ്നാപ്സീഡും അഡോബിയുടെ ലൈറ്റ് റൂമും തന്നെയായിരിക്കും. സ്നാപ്സീഡ് എന്ന് പറയുന്നത് തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്പാണ്. ഒരുപാട് എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. എന്നാൽ ഒരു പ്രൊഫഷണൽ ലെവലിൽ കുറച്ചുകൂടെ കളർ ഗ്രേഡ് ചെയ്യാനൊക്കെ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പായിരിക്കും ലൈറ്റ് റൂം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സ്നാപ്സീഡ് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ഇമേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് ഈ ഒരു ചിത്രമാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ സ്കൈക്ക് അനുസരിച്ച് എക്സ്പോഷർ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തുകൊണ്ട് തന്നെ ഫോർഗ്രൗണ്ടിലുള്ള എലമെന്റ് ഒക്കെ ഇരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. ഇത്തരത്തിൽ ഇരുണ്ട ചിത്രങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, ക്രോപ്പിംഗ്. നിങ്ങൾ ഒരുപക്ഷെ ചിത്രം എടുക്കുന്ന സമയത്ത് ഫ്രെയിമിങ്ങിലുള്ള ചില മിസ്റ്റേക്കുകളൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നമ്മൾ ക്രോപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും സെയിം ചിത്രത്തിന് തന്നെ പലതരത്തിലുള്ള ഫ്രെയിമിംഗ് ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ചിത്രങ്ങളിലൊന്നാണ് ചെഗുവേരയുടെ വളരെ ഐക്കണിക് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ്. ആൽബർട്ടോ കോർദ പകർത്തിയ ഈ ഒരു ചിത്രം ഇനീഷ്യലി അദ്ദേഹം ലാൻഡ്സ്കേപ്പ് മോഡിലായിരുന്നു പകർത്തിയിട്ടുണ്ടായിരുന്നത്. അതിനെ പിന്നീട് ക്രോപ്പ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു ചിത്രം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്രോപ്പിംഗ് എന്ന് പറയുന്നത് എഡിറ്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് തന്നെയാണ്. നമുക്കിനി ഈ ഒരു ചിത്രം എങ്ങനെയാണ് ക്രോപ്പ് ചെയ്യുന്നതെന്നോ. സ്നാപ്സീഡിൽ നമ്മൾ ചിത്രം ഓപ്പൺ ആക്കിയാൽ നമുക്ക് ടൂൾസിൽ പോയാൽ അവിടെ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ക്രോപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രെയിം റീഅഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ തന്നെ പലതരത്തിലുള്ള ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ ഈ ഒരു ചിത്രം ഞാൻ 4:3 ആസ്പെക്ട് റേഷ്യോയിലാണ് ക്രോപ്പ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഗ്രിഡ് ലൈൻ ഒക്കെ കാണാം. ഇത് പ്രകാരം വളരെ കൃത്യമായിട്ട് റൂൾ ഓഫ് തേർഡിലൊക്കെ നിങ്ങൾക്ക് സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൂൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എഡിറ്റിംഗിലെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ ചിത്രത്തിന്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്നാപ്സീഡിൽ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൂൾസിൽ പോയാൽ ട്യൂൺ ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ട്യൂൺ ഇമേജ് ക്ലിക്ക് ചെയ്യാം. പൊതുവേ നമുക്ക് ഒരു ഇരുണ്ട ചിത്രത്തിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കൂട്ടുക എന്നുള്ളതായിരിക്കും. ഇപ്പൊ ഈ ചിത്രത്തിൽ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടി നോക്കാം. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഫോർഗ്രൗണ്ടിലൊക്കെ കൃത്യമായിട്ട് വെളിച്ചം വന്നിട്ടുണ്ട്, ഇരുണ്ട ഏരിയയിലൊക്കെ വെളിച്ചം വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സ്കൈയിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ മിസ്സായിട്ട് അതൊരു വൈറ്റ് ഏരിയ ആയിട്ട് മാറുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് എന്നുള്ള ടൂള് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം നമ്മൾ ടച്ച് ചെയ്താൽ മതി. അതിന് പകരം നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താ നോക്കാം. ടൂൾസിൽ താഴോട്ട് പോകുമ്പോൾ ഷാഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ഈ ഷാഡോസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിത്രത്തിലുള്ള ഇരുണ്ട ഭാഗങ്ങളിൽ വെളിച്ചം കൂട്ടാനോ കുറയ്ക്കാനോ ആണ് ഷാഡോസ് യൂസ് ചെയ്യുക. ഷാഡോസിന്റെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് ഫോർഗ്രൗണ്ടിലെ ഇരുണ്ട ഏരിയയിലൊക്കെ കുറച്ചുകൂടെ വെളിച്ചം വന്നായിട്ട് കാണാം. ഇനി ഷാഡോസ് കുറയ്ക്കുന്നതനുസരിച്ച് അതൊക്കെ ഒന്നുകൂടെ ഇരുണ്ടതായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ ഫോർഗ്രൗണ്ടിൽ വെളിച്ചം കൂട്ടാൻ വേണ്ടിയിട്ട് ഷാഡോസിന്റെ വാല്യൂ നമുക്ക് നന്നായിട്ട് കൂട്ടി വയ്ക്കാം. നമുക്ക് സ്കൈ കുറച്ചുകൂടെ ഡ്രമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള ഹൈലൈറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഹൈലൈറ്റ്സ് കുറച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് സ്കൈ കുറച്ചുകൂടെ ഡ്രമാറ്റിക് ആയിട്ട് കുറച്ചുകൂടി രസമായിട്ട് മാറുന്നത് കാണാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലൈറ്റ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ചുകൂടി ഒരു ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കോൺട്രാസ്റ്റ് നമുക്ക് കുറച്ച് കൂട്ടാം. സ്റ്റെപ്പ് നമ്പർ 3. ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രെയിമിൽ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള എന്തെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിൽ അതിനെ നൈസായിട്ട് അങ്ങ് മായ്ച്ച് കളയുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് സ്നാപ്സീഡ് ആപ്പിൽ നല്ലൊരു അടിപൊളി ടൂൾ ഉണ്ട്. ടൂൾസിൽ പോയാൽ നിങ്ങൾക്ക് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. ഹീലിംഗ് ടൂള് സെലക്ട് ചെയ്യാം. ഇനി ഹീലിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രെയിം സൂം ചെയ്തിട്ട് ഏത് ഏരിയ ആണോ നമുക്ക് മായ്ച്ച് കളയേണ്ടത് അവിടെ വളരെ കൃത്യമായിട്ട് ടച്ച് ചെയ്തിട്ട് മായ്ക്കാം. ഈ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ ഈ ഏരിയയിൽ കുറേയധികം പ്ലാസ്റ്റിക് ബോട്ടിൽസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചുമ്മാ കിടക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് മായ്ച്ച് ക്ലീൻ ചെയ്യാം.
ഇത് നിങ്ങൾക്ക് വളരെ ചെറിയ എലമെന്റുകൾ മാത്രമല്ല, ഒരു ഫ്രെയിമിൽ ഒരു പക്ഷേ ഒരാളിനെ നിങ്ങൾക്ക് മായ്ച്ചു കളയണമെങ്കിൽ അതുപോലും ഈ ടൂൾ ഉപയോഗിച്ചിട്ട് പോസിബിൾ ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സെലക്റ്റീവായിട്ട് എഡിറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് ചിത്രത്തിലെ ചില ഏരിയകൾ മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്കൈ നല്ല രസമുണ്ട്, പക്ഷേ സ്കൈനെ കുറച്ചുകൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിലുള്ള കളേഴ്സും അതുപോലെ തന്നെ അതിലുള്ള ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൂൾസിൽ പോയാൽ നിങ്ങൾക്ക് സെലക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. സെലക്റ്റീവ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഏരിയ ആണോ സെലക്ട് ചെയ്യേണ്ടത് അവിടെ ടച്ച് ചെയ്യാം. എന്നിട്ട് 2 വിരൽ ഉപയോഗിച്ചിട്ട് സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നതനുസരിച്ച് അവിടെ നിങ്ങൾക്ക് ഒരു റെഡ് ഇൻഡിക്കേഷൻ കാണാം. അതായത് ഇത് കാണിക്കുന്നത് ഈ ചിത്രത്തിന്റെ ഏതൊക്കെ ഏരിയ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്നാണ്. കൃത്യമായിട്ട് അതിന്റെ ഏരിയ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്തിട്ട് ഒരു ഏരിയ കൃത്യമായിട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സാച്ചുറേഷൻ, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ അവിടുത്തെ സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് സാച്ചുറേഷൻ കുറച്ചുകൂടെ കൂട്ടാം. അതായത് നമുക്ക് സ്കൈയിൽ കുറച്ചുകൂടി ഒരു കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്ട്രക്ചർ കൂട്ടുന്നതിനനുസരിച്ച് അത് കുറച്ചുകൂടെ ഡീറ്റെയിൽസുകൾ നമുക്ക് വിസിബിൾ ആവുകയും ചെയ്യും. ഈ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ ഫോർഗ്രൗണ്ടിലുള്ള സബ്ജക്റ്റിലും കുറച്ചൊരു വെളിച്ചം കുറവുണ്ട്. അപ്പോൾ നമുക്ക് അത് മാത്രം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ടൂൾ യൂസ് ചെയ്യാം. നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു റെഡ് ഏരിയ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ചിത്രത്തിലെ കളർ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു ചിത്രത്തിന് നമുക്കൊരു സൺസെറ്റ് ടോൺ കൊടുക്കാം. ഇതിപ്പം സൺസെറ്റ് ടൈമിൽ എടുത്താണെങ്കിലും അത്രയധികം കളറൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു കളർ ടോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ടൂൾസിൽ പോയാൽ വൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. വൈറ്റ് ബാലൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ, ടിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2 പാരാമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടും. ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് ചിത്രത്തിന് കൂടുതലൊരു ഓറഞ്ച്, യെല്ലോ ടോൺ വരും. എന്നാൽ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനനുസരിച്ച് അത് കൂടുതലൊരു ബ്ലൂയിഷ് ടോണിലോട്ട് പോകും. അപ്പോൾ നമുക്കൊരു സൺസെറ്റ് ടോണാണ് വേണ്ടതെന്നുള്ളതുകൊണ്ട് ഞാൻ ടെമ്പറേച്ചർ വാല്യൂ കുറച്ച് കൂട്ടുകയാണ്. കാരണം ഇത് ഒരുപാട് കൂട്ടിയാൽ അത് ഒരു റിയലിസ്റ്റിക് അല്ലാത്ത കളേഴ്സാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് വളരെ നാച്ചുറലായിട്ട് തോന്നുന്ന ഒരു എമൗണ്ട് മാത്രം ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി. ഇനി നിങ്ങൾക്ക് അതുപോലെ തന്നെ ടിൻറ്റിൻ്റെ വാല്യൂ കൂട്ടാം. ടിൻറ്റിൻ്റെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് അത് കൂടുതലൊരു പർപ്പിൾ കളറിലേക്ക് മാറും. കുറയ്ക്കുന്നതിനനുസരിച്ച് അത് ഗ്രീൻ കളറായിട്ട് മാറും. ഇപ്പം നമുക്ക് ചെറിയൊരു പർപ്പിൾ എലമെന്റ് കൊടുക്കാം. ഓക്കെ, അടിപൊളി. ഇത്രയായപ്പം തന്നെ നമ്മുടെ ചിത്രത്തിനൊരു സൺസെറ്റ് ലുക്ക് വന്നു. ഇനി നമുക്കിവിടെ ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ചിത്രത്തിലൊരു വിനിയറ്റ് ആഡ് ചെയ്യാം. എന്താണ് വിനിയറ്റ്? ചിത്രത്തിലെ നമ്മളെ സബ്ജക്റ്റിലോട്ട് കൂടുതൽ ഒരു ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫ്രെയിമിന്റെ എഡ്ജസ് ഒക്കെ കുറച്ച് ഡാർക്ക് ആക്കുന്ന പരിപാടിയാണിത്. ഇതിന് വേണ്ടിയിട്ട് ടൂൾസിൽ പോയാൽ വിനിയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ചിത്രത്തിന്റെ എഡ്ജസ് ഒക്കെ കുറച്ചുകൂടെ ഡാർക്ക് ആവുകയും സെന്റർ കുറച്ചുകൂടെ ബ്രൈറ്റ് ആവുന്നതും കാണാം. ഇതിൽ നിങ്ങൾക്ക് ഒരു ബ്ലൂ പോയിന്റ് ഉണ്ട് ഇവിടെ. ഈ പോയിന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് സബ്ജക്റ്റ് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റിന്റെ ഏരിയ ബ്രൈറ്റ് ആവുകയും ബാക്കിയുള്ള ഏരിയ ഡാർക്ക് ആവുകയും ചെയ്യും. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ ചിത്രം നല്ല അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി ഈ ചിത്രത്തിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചില പൊടിക്കൈകൾ കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ നമുക്ക് നല്ല രസമുള്ളൊരു ഫിൽറ്റർ ആഡ് ചെയ്യാം. സ്നാപ്സീഡിൽ ഒരുപാട് ഫിൽറ്റർ ഓപ്ഷനുകൾ ഉണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഗ്രെയിനി ഫിലിമാണ്. ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രെയിനി ഫിലിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ഫിൽറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഒരുപാട് ഗ്രെയിനും നോയ്സും ചിത്രത്തിൽ ആഡ് ചെയ്യുന്നത് കാണാം. അത് കണ്ട് ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് എളുപ്പത്തിൽ അത് കുറയ്ക്കാൻ പറ്റും. അതിൽ ഗ്രെയിൻ്റെ വാല്യൂ 0 ആക്കി വയ്ക്കാം. അതിനുശേഷം പലതരത്തിലുള്ള ഫിൽറ്ററുകൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ചിത്രത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ഫിൽറ്റർ ഫൈൻഡ് ചെയ്യാം. ഇപ്പോൾ ഫിൽറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ 80% സ്ട്രെങ്ത്തിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. നമുക്കത് കുറച്ച് വെച്ചിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള നൈസ് ഒരു കളർ ടോൺ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. നിങ്ങൾ എഡിറ്റ് ചെയ്ത മികച്ച ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടത്തിനെ ടാഗ് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന ചിത്രങ്ങൾ ഫോട്ടത്തിന്റെ സ്റ്റോറിയിൽ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ ടെക്നിക്കുകളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. See you guys. Bye bye.